അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. എനിക്ക് അന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലെങ്കിലും പിറ്റേ ദിവസം ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ ഞാൻ കാത്തുമ്മനെ വേഗം തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൾക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാത്തുമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞ് വിശപ്പ് തുടങ്ങുന്നുള്ളൂ. ഹോസ്പിറ്റലാകുമ്പോൾ ആൾക്ക് തോന്നുന്ന ടൈമിൽ ഫുഡ് കിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡ് വന്നപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ആൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ കുട്ടി ഹാപ്പി ആയിരുന്നു. കുട്ടിക്ക് കോഴിമുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾക്ക് വെള്ളയപ്പം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായയൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ചായ ഒട്ടും ചൂടുണ്ടായിരുന്നില്ല കേട്ടോ, ചുമ്മാതെ കാണിക്കുന്നതാണ്. പിന്നെ ബാക്കി വന്ന വെള്ളയപ്പം ഞാനും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേരെ ചോദിക്കണം, കാത്തുമ്മനെ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തായിരുന്നില്ലേ, എനിക്കിപ്പോൾ റെസ്റ്റ് അല്ലേ, അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തായിരുന്നില്ലേ എന്ന്. എൻ്റെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊരാൾ കൈവിട്ട് പോയതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് ഞാനിപ്പോഴും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാത്തുമ്മൻ്റെ അടുത്തില്ലെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ പൊട്ട പൊട്ട ചിന്തകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കാത്തുമ്മനെ വീട്ടിലൊന്നും കൊണ്ട് നിർത്താത്തത്. അമ്മ ഒന്ന് രണ്ട് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കാത്തുമ്മനെ ഞങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. എനിക്ക് എൻ്റെ കാത്തുമ്മൻ്റെ അടുത്ത് വേണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആവുമായിരിക്കും. കാരണം ഞാൻ അങ്ങനെ കുട്ടീനെ വീട്ടിൽ തന്നെ എൻ്റെ അടുത്ത് തന്നെ നിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇപ്പം എൻ്റെ മെൻ്റലി ഞാനിപ്പോൾ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാത്തുമ്മനെ എവിടെയും കൊണ്ട് നിർത്താത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഉച്ചത്തെ ഫുഡ് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടനിക്ക് ഫുഡൊക്കെ വയലിച്ച് തരികയാണ്. അപ്പോൾ ആ നേരത്തിൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും കാത്തുമ്മേനെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ കുഞ്ഞനും അച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ നേരത്തിൻ്റെ ഉള്ളിൽ ഞാനും ഏട്ടനും കൂടി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഏട്ടനും ഞാനും മെയിനായിട്ട് സംസാരിക്കുന്നത് എപ്പോഴാണോ ഡിസ്ചാർജ് ആവുക, എപ്പോഴാണ് വീട്ടിൽ പോകാൻ പറ്റുന്നതാണ്. എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാമെന്ന് വെച്ചാൽ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കിടക്കാൻ ആർക്കും ഇഷ്ടമല്ല, അതൊക്കെ ഓരോ സിറ്റുവേഷനാണ്. എന്നാലും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ് എൻ്റെ മുടി ഒന്ന് കെട്ടി തരുമോ ചോദിച്ചിട്ട് അമ്മ മുടിയെല്ലാം കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങനെ പോയി. പിന്നെ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ അതിൻ്റെ ശേഷം നമ്മളെ കാത്തുമ്മേലെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടച്ച് വരുമ്പോഴേക്കും ഞാൻ ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വീട്ടിലുള്ള ഡ്രസ്സ് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ചെക്കപ്പിന് വരുമ്പോൾ ഈ ഒരു ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതെല്ലാം അവസാനിച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് ഇവിടെ നിന്ന് ഇറങ്ങണ കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. ബൈ.